ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം കോഡ്. എം കോഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന പാറ്റേൺ പ്രിന്റിംഗ് ആയിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോൻ്റെ അകത്ത് പാറ്റേൺ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോൻ്റെ അകത്ത് നെസ്റ്റഡ് ലൂപ്പിന്റെ കോൺസെപ്റ്റ്, അതായത് പാറ്റേൺ ലൂപ്പിന്റെ അകത്ത് യൂസ് ചെയ്യുന്ന നെസ്റ്റഡ് ലൂപ്പിന്റെ കോർ കോൺസെപ്റ്റ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആ രണ്ട് വീഡിയോയും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ നിങ്ങളടുത്ത് സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്, ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള രണ്ട് വീഡിയോകൾ കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ അകത്ത് രണ്ട് പാറ്റേൺ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഈ രണ്ട് പാറ്റേൺ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ടോട്ടൽ മൂന്ന് പാറ്റേൺ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു സ്ക്വയർ ആയിരുന്നു, അത് പിന്നെ നമ്മൾ പാറ്റേൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഈ രണ്ട് വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജെമാക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാറ്റേൺ പ്രിന്റിങ്ങിൻ്റെ അകത്ത് ഏതൊരു പാറ്റേൺ ആണെങ്കിലും ചെയ്യേണ്ടതാണ്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്. അതായത് ഐ എന്ന് പറയുന്ന റോനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഓരോ റോക്കുമാണ് ഓരോ ഐ. ബേസിക്കലി നമ്മൾ ഏതൊരു പാറ്റേൺ ലൂപ്പ്, ഏതൊരു പാറ്റേൺ എടുക്കുകയാണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ എത്ര ലൂപ്പ് യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എങ്ങനെയാ തീരുമാനിക്കാം? സോ ബേസിക്കലി ലൂപ്പ് എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്. ലൂപ്പ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒരു റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ലൂപ്പാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതിൻ്റെ കോഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, രണ്ട് ലൂപ്പായിരുന്നു യൂസ്. ഒരു ലൂപ്പ് ഇവിടെ, മറ്റൊരു ലൂപ്പ് ഇവിടെ. സോ ഇതെന്താണ്, എത്ര ലൂപ്പ്, നമ്മളൊരു ഏതൊരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ പാറ്റേൺ പ്രിന്റിങ് ബേസിക്കലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൺഫ്യൂഷനാണ് എത്ര ലൂപ്പ് ഇടണം. സോ നമ്മൾ ഈസി ആയിട്ട് അത് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ നമ്മളൊരു പാറ്റേൺ ലൂപ്പിൻ്റെ അകത്ത്, പാറ്റേൺ പ്രിന്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ നോക്കുക, ഏതൊരു പാറ്റേൺ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞാലും, ഏതൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ അകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം നോക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഒരു പാറ്റേണിൻ്റെ അകത്ത് നമ്മൾ എത്ര ലൂപ്പ് ഇട്ടുണ്ടായിരുന്നത്? രണ്ട് ലൂപ്പ് ഇട്ട്. അതിന്റെ റീസൺ എന്താ? ഇവിടെ റിപ്പീറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്, നമ്മൾ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് റോകളെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ഇവിടെ റോ പ്രിന്റ് ചെയ്യണം, ഇവിടെ റോ പ്രിന്റ് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്യണം. സോ നാല് റോകളുണ്ട്. ഒരു റോ ഇതാണ്, രണ്ടാമത്തെ റോ ഇതാണ്, മൂന്നാമത്തെ റോ ഇതാണ്, നാലാമത്തെ റോ ഇതാണ്. സോ റിപ്പീറ്റ് ആയിട്ട് നമുക്ക് റോകളെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ നമുക്ക് എന്ത് വേണം? റോക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? റോക്ക് വേണ്ടിയിട്ട് റോക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലൂപ്പ് നിർബന്ധമാണ്. ഓക്കെ, ഒരു ലൂപ്പ് വേണം. ഇനി അടുത്ത എന്താ, റോ പ്രിന്റ് ചെയ്താൽ മതിയോ? ഇല്ല, ഇനി ഓരോ റോകളും നമുക്ക് സ്റ്റാർ പ്രിന്റ് ചെയ്യണ്ടേ? സോ സ്റ്റാറിനെ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ വരുമ്പോൾ ഒരു സ്റ്റാർ പ്രിന്റ് ചെയ്യണം, ഇവിടെ രണ്ട് സ്റ്റാർ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഈ സ്റ്റാറിനെ നമുക്ക് എന്ത് ചെയ്യണം? റിപ്പീറ്റ് ആയിട്ട് പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ പ്രിന്റ് ചെയ്യണം, ഇവിടെ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാറുകൾക്ക് വേണ്ടിയിട്ട് അല്ലേ? സ്റ്റാറുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൂപ്പ് വേണം. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന്റെ അകത്ത് നമ്മൾ രണ്ട് ലൂപ്പ് മാത്രമേ യൂസ് ചെയ്തുള്ളൂ അല്ലേ? ഇനി 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 നമുക്ക് അടുത്ത ജാമാക്സിന്റെ വാല്യൂ എന്തായിരുന്നു നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, ഇവിടെ 2 ആണ് കേട്ടോ. 2, ഇവിടെ ഐയുടെ വാല്യൂ 3 ആണ്, ഇവിടെ ഐയുടെ വാല്യൂ 4 ആണ്. സോ ഇവിടെ വരുമ്പോൾ ജെയുടെ വാല്യൂ 2 ആണ്, സോറി 2 ആണ്, ജെയുടെ വാല്യൂ 3 ആണ്, ജെയുടെ വാല്യൂ 4 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയ ജെമാക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജെമാക്സ് ഇസ് ഈക്വൽ ടു ഐ എന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഐ ഇടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? ആ ലൂപ്പ് കിട്ടിയത് എന്ന് ഞാൻ വീണ്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജെമാക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബേസിക്കലി നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ബാക്കി കോഡ് സെയിം തന്നെ ആയിരിക്കും. സോ സെക്കൻഡ് ലൂപ്പിന്റെ അകത്തുള്ള ഈ റേഞ്ചിന്റെ അകത്തുള്ള ഈ വാല്യൂവിന് ഉള്ള ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. എനിവേ, സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ പ്രിന്റ് കിട്ടി. ഇവിടെ നമ്മൾ രണ്ട് ലൂപ്പാണ് യൂസ് ചെയ്ത്. അതിന്റെ റീസൺ എന്താണ്? ഇതാണ്, നമുക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കാര്യമാണ്. ഇനി ഇവിടെ വരുമ്പോഴോ, ഇത് രണ്ടാമത്തെ പ്രിന്റ് നോക്കിയതായിരുന്നു. ഇവിടെ നോക്കിയാണ്, ഇവിടെയും എഴുതി തെറ്റാണ്. ഇവിടെ 3, ഇവിടെ 4 അല്ലേ? ഇവിടെ അല്ല, ഇവിടെ ഈ റോയില് ഐയുടെ വാല്യൂ 1 ആണ്, ഇവിടെ 2 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. ഇവിടെ ജെയുടെ വാല്യൂ എത്രയാണ്? 4 ആണ്. ജെയുടെ വാല്യൂ 3 ആണ്. ഇവിടെ ജെയുടെ വാല്യൂ, ജെ എന്ന് വെച്ചാൽ സ്റ്റാർ. ഓക്കെ, എത്ര സ്റ്റാർ ഉണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് 1 ആണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ ലിമിറ്റ് 5 ആണ് അല്ലേ? സോ നമ്മൾക്ക് എന്ന് പറയുന്നത് ജെമാക്സ് ഇസ് ഈക്വൽ ടു, അതായത് ജെമാക്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ജെമാക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് -4. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലും ജസ്റ്റ് പറയാനാണ്. 4 മൈനസ് നമുക്ക് ഇവിടെ 1 കിട്ടി. അങ്ങനെ ഇവിടെ 1 കിട്ടിയത് അല്ലേ? ഇവിടെ ആണെങ്കിലോ, ഇവിടെ നമുക്ക് 5 മൈനസ് എന്ത് കിട്ടി? 5 മൈനസ് 3 ഈസ് ഈക്വൽ ടു 2 കിട്ടി. സോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിവേ, ഇവിടെ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇവിടെ എങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ?
ജസ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ജെ മാക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, ലിമിറ്റ് മൈനസ് ഐ ആണ്. ഇങ്ങനെ പ്രിന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു പാറ്റേൺ കിട്ടിയത്. എനിവേ നമ്മൾ മുന്നേ ചെയ്ത 2 വീഡിയോയുടെ പാറ്റേണുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എനിവേ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇവിടെ നമ്മൾ എത്ര ലൂപ്പ് ഇട്ടു എന്നുള്ളതാണ്. ഇവിടെയും സെയിം തന്നെ അല്ലേ, അല്ലേ? ഇതേപോലെ തന്നെയാണ്. നമുക്ക് എത്ര ലൂപ്പ് യൂസ് ചെയ്തു എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് റോകൾക്ക് വേണ്ടിയിട്ട് ഓരോ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമുക്ക് കോഡ് നോക്കിക്കഴിഞ്ഞാൽ അതാക്കെ റോകൾക്ക് വേണ്ടിയിട്ട് ഓരോ ലൂപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സ്റ്റാറുകൾ. സോ സ്റ്റാറുടെ ഈ ലിമിറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, സ്റ്റാർ എനിവേ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ സ്റ്റാറിന് വേണ്ടി ലൂപ്പ് ഇട്ടു. സോ ഇവിടെ നമ്മൾ 2 ലൂപ്പ് ഇട്ടുണ്ടായിരുന്നു. സോ ഈ കോഡിന്റെ അകത്ത് ഇങ്ങനെയുള്ള ഈ 2 പാറ്റേണിന്റെ അകത്ത് നമുക്ക് 2 ലൂപ്പ് ഈസ് ഇനഫ് ആയിരുന്നു. ഓക്കെ, നമുക്കിനി ഇവിടെ വരാം. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്താ ഡിഫറൻസ്? ഇവിടെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 ലൂപ്പുകൾ നമുക്കിവിടെ വേണം. ഓക്കെ, വേണ്ടേ? യെസ്, വേണം. വേണം. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറിന് റോകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു റോ ഉണ്ട്, 2 അങ്ങനെ 10 ഉള്ളത്, 10 റോ ഉണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റോകൾക്കും ഒരു ലൂപ്പ് വേണം. ഫൈൻ. സ്റ്റാറുകളും ഉണ്ട്. ഓക്കെ, അത് മാത്രം മതിയോ? പോരാ. എന്താ വേണ്ടത്? ഈ ഒരു പാറ്റേൺ നോക്കാം, മുന്നത്തെ പാറ്റേൺ. ഇവിടെ നമുക്ക് ഓരോ ലൈൻ കൺസിഡർ ചെയ്ത് ഓരോ റോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ റോ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? നമുക്ക് സ്പേസ് ഒന്നുമില്ല. ഇവിടെ സ്പേസ് ഉണ്ടോ? ഇവിടെ നോക്കാം, ഇവിടെ സ്പേസ് ഉണ്ടോ? ഇല്ല. ഇവിടെ സ്പേസ് ഉണ്ടോ? ഇല്ല. ഇവിടെ സ്പേസ് ഉണ്ടോ? ഇല്ല. ലൈൻ പുതിയ റോയിലോട്ട് വരുമ്പോൾ തന്നെ സ്റ്റാർ, പിന്നെ സ്റ്റാർ, പിന്നെ സ്റ്റാർ. ഓക്കെ, അങ്ങനെയുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഇവിടെ അങ്ങനെ തന്നെ അല്ലേ, സ്റ്റാർ സ്റ്റാർ. പുതിയ റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർ ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമുക്ക് സ്പേസിന്റെ ആവശ്യമില്ല. ഇവിടെ നോക്കി, ഇവിടെ നോക്കി, നമുക്ക് ഈ ഒരു റോ എടുക്കാം. ഓക്കെ, ഒരു റോ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആദ്യം എന്താ ഇടേണ്ടത്? ആദ്യം സ്റ്റാർ ആണോ? അല്ല. ഇവിടെ നമുക്ക് ഇത്രയും സ്പേസ് ഇടണം, അതിനുശേഷം ഒരു സ്റ്റാർ അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഇത്രയും സ്പേസ് ഇടണം, അതിനുശേഷം 2 സ്റ്റാർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ഇത്രയും സ്പേസ് വേണം, അതിനുശേഷം 3 സ്റ്റാർ. ഇവിടെയോ ഇത്രയും സ്പേസ്, വീണ്ടും 4 സ്റ്റാർ. സോ നമുക്ക് ബേസിക്കലി ഇവിടെ സ്പേസുകളുടെ ഓരോ റോകളും നമുക്ക് സ്പേസ് കൂടെ പ്രിന്റ് ചെയ്യണം. സോ സ്പേസ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്പേസ്, ഇവിടെ നോക്കുമ്പോൾ ഒരു സ്പേസ് കുറഞ്ഞു, ഇവിടെ വീണ്ടും ഒരു സ്പേസ് കുറഞ്ഞു, ഇവിടെ വീണ്ടും ഒരു സ്പേസ് കുറഞ്ഞു, ഇവിടെ എത്തുമ്പോഴേക്കോ ഒറ്റ സ്പേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റാറുകൾ പ്രിന്റ് ചെയ്ത പോലെ തന്നെ ഒരു ലൂപ്പ് റോക്ക് വേണം, മറ്റൊരു ലൂപ്പ് നമുക്ക് എന്തിനു വേണം, സ്പേസിന് വേണം. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്പേസ് ഉണ്ടെന്ന് മനസ്സിലായി. ഓക്കെ, സ്പേസ് ഇടണം. സ്പേസ് നമുക്ക് എന്ത് വേണം, ഒരു ലൂപ്പ് ഇവിടെ നിർബന്ധമുണ്ട്. സോ നമുക്കൊരു ഐഡിയ കിട്ടി. എന്താണ് ടോട്ടൽ എത്ര ലൂപ്പ് യൂസ് ചെയ്യണം? നമുക്ക് 3 ലൂപ്പ് വേണം. സോ നമ്മുടെ ഈ കോഡ് മതിയാകില്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 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 ലൂപ്പ് കൂടെ യൂസ് ചെയ്യണം. മനസ്സിലായി? ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൂപ്പിന്റെ അകത്തല്ലേ ഈ ലൂപ്പ്. അപ്പൊ നമ്മൾ 3 സ്പേസ് വരും, അല്ലെങ്കിൽ 3 ലൂപ്പ് വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും? അതെങ്ങനെ മനസ്സിലാക്കുക? അത് മനസ്സിലാക്കാൻ സിമ്പിൾ ആണ്. അതായത് ഒരു റോ എടുക്കുക, അതിന്റെ അകത്ത് സ്പേസ്, അതുപോലെ തന്നെ സ്റ്റാർ, വീണ്ടും സ്പേസ്, സ്റ്റാർ. സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ റോയിൽ തന്നെ സ്പേസും സ്റ്റാറും വരികയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ലൂപ്പിന് ശേഷം അടുത്ത ലൂപ്പ് എന്നുള്ളതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ, ആദ്യം സ്പേസ് പിന്നെ സ്റ്റാർ. സോ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും? സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ വേണമെങ്കിൽ എഴുതി കാണിക്കാം. സ്ട്രക്ചർ. ഓക്കെ, ആദ്യത്തെ ഫസ്റ്റ് ലൂപ്പ് നമുക്ക് എന്ത് ചെയ്യണം, പുറത്ത് വേണം, ഇത് റോക്ക് വേണ്ടിയിട്ട്. ഇനി അതിന്റെ അകത്ത് സെക്കൻഡ് ലൂപ്പ് വേണം. ഓക്കെ, ഇവിടെ വരും. ഇനി മൂന്നാമത്തെ അതിന്റെ അകത്താണോ? അല്ല. എങ്ങനെയാണ് അകത്താണോ അല്ല പുറത്താണോ എന്ന് മനസ്സിലാവുന്നത്? അകത്താവണമെങ്കിൽ സോറി, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ ലൈനിൽ അല്ലെങ്കിൽ ഒരേ റോകളിൽ തന്നെ രണ്ടും വരികയല്ലേ ചെയ്യുന്നത്? അതെ, ഇതേ റോയിൽ തന്നെ അല്ലേ അടുത്ത ഇവിടെ സ്പേസും വരുന്നു, സ്റ്റാറും വരുന്നു, വീണ്ടും സ്പേസ് വരുന്നു, സ്റ്റാർ വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അവിടെ തന്നെ ആയിരിക്കും. അതായത് തേർഡ് ലൂപ്പ് വരുന്നത് എവിടെ തന്നെ ആയിരിക്കും? തേർഡ് ലൂപ്പ് വരുന്നത് അതേ ലൈനിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ബ്ലോക്കിന് ശേഷമായിരിക്കും. സോ ഇങ്ങനെയാണ് സ്ട്രക്ചർ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രക്ചർ മനസ്സിലായി, എത്ര ലൂപ്പാന്ന് മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെയൊക്കെ വാല്യൂ ആണ്, അല്ലേ? അപ്പോ ഇതിന്റെ വാല്യൂ നോക്കാം. അപ്പൊ നമുക്ക് നേരത്തെ ഇവിടെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ ഐയും ജെയും നോക്കാം. സോ നമുക്ക് സ്പേസിന് വേണ്ടിയിട്ട് കെ എന്ന് എടുക്കാം. ഓക്കെ, സ്പേസിന് വേണ്ടി നമുക്ക് എന്തെടുക്കാം, കെ എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഓരോ വാല്യൂ നോക്കാം. ആദ്യം ഐയുടെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലേ? ഓക്കെ, ഇനി നമുക്ക് സ്പേസ് എടുക്കാം. അതിന് മുന്നേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നമുക്ക് ലിമിറ്റ് എന്ത് ചെയ്യാം, ലിമിറ്റ് ഈസ് ഈക്വൽ ടു 10 കൊടുക്കാം. വാട്ട് എവർ 10 ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ,
ഓക്കെ, ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഇതാണ് സ്പേസ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഈ സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത് സ്പേസ് ആയിരിക്കും. തേർഡ് ലൂപ്പാണ് നമുക്ക് സ്റ്റാർ വരുന്നത്. കാരണം എന്താ, ആദ്യം വരുന്നത് സ്പേസ് ആണ്, പിന്നെ സ്റ്റാർ വരുന്നത്. ഓക്കെ, ഇവിടെ ഐയുടെ വാല്യൂ 1. ഇനി സ്പേസ് നോക്കാം. സ്പേസ് ഞാൻ എസ് എന്ന് ഇട്ടു. ഓക്കെ, എത്ര സ്പേസ് വേണം? ഇവിടെ സ്പേസ് നമുക്ക് വേണ്ടത് എത്രയാണ്? സ്പേസ് വേണ്ടത് നമുക്ക് 9 എണ്ണമാണ്. സ്റ്റാറിന് ഞാൻ എസ് ടി എന്ന് ഇട്ടു. ഓക്കെ, സ്റ്റാർ നമുക്ക് വേണ്ടത് 1. കറക്റ്റ് ആണല്ലോ? ആണ്. നമുക്കിതിനെ വീണ്ടും കോപ്പി ചെയ്യാം. സ്പേസ് ഓക്കെ, ഇവിടെ വരാം. ഇവിടെ വരുമ്പോൾ ഐയുടെ വാല്യൂ എന്താണ്? 2 ആണ് അല്ലേ. ഇവിടെ സ്പേസ് എത്ര എണ്ണം ഉണ്ട്? സ്പേസ് നമുക്ക് 8 എണ്ണം വേണം. ഓക്കെ, സ്റ്റാർ എത്ര വേണം? 2 എണ്ണം വേണം. ഓക്കെ, തൽക്കാലം നമുക്ക് ഒരു ഇത്രയും മതി. ബാക്കി ഓക്കെ, മൊത്തം എഴുതാൻ വയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ നമുക്ക് 3 വരുന്നു. അഗെയിൻ നമുക്ക് കുറക്കാം. നമുക്ക് 5 ആക്കാം. ഓക്കെ, 5 ആക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 4 1 അല്ലേ, 3 2 പിന്നെന്താണ് 2 3 അല്ലേ. ഇവിടെ നമുക്ക് അഗെയിൻ ഐയുടെ വാല്യൂ ഇവിടെ 4 ആണ്. സ്റ്റാറിന്റെ വാല്യൂ, സ്പേസിന്റെ വാല്യൂ 1 ആണ്. സ്റ്റാറിന്റെ വാല്യൂ 4 ആണ്. ഇനി അവസാനത്തെ റോ കൂടെ നോക്കാം. അതിനുശേഷം നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഐയുടെ വാല്യൂ ഇസ് 1 2 3 4 അതിന്റെ 5 ആണ്. സ്പേസിന്റെ വാല്യൂ 0 ആണ്. സ്റ്റാറിന്റെ വാല്യൂ 5 ആണ്. നൈസ്. അല്ലെങ്കിൽ ഇത്രയും മതി. ഫൈൻ, എനിത്തിങ് ഇസ് ഫൈൻ. ഇത്രയും മതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്തെ, നമുക്ക് ഈ സെക്കൻഡ് ലൂപ്പിനെ നമുക്ക് കെ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് കാര്യം ഉണ്ടാക്കണം. കെ മാക്സ് കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ജെ മാക്സും കണ്ടുപിടിക്കണം. ഓക്കെ, നൈസ്. രണ്ട് ഇക്വേഷനാണ് വേണ്ടത്. ഓക്കെ, കെ മാക്സ് എന്ന് വെച്ചാൽ ഈ സ്പേസിന് വേണ്ടിയിട്ടാണ്. നോക്കാം സ്പേസ്. അപ്പോൾ നമുക്ക് സ്റ്റാർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? സ്പേസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? സ്പേസ് കണ്ടുപിടിക്കുന്നത് എന്താണ്? ലിമിറ്റ് എന്ത് കുറച്ചാൽ മതി? ഐ കുറച്ചാൽ മതി. സോ വെരി സിമ്പിൾ, ലിമിറ്റ് മൈനസ് ഐ. ഓക്കെ, ഇനി ജെ മാക്സോ? ഇവിടെ കെ മാക്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്പേസിന് വേണ്ടിയായിരുന്നു. ഇനി ജെ മാക്സ് നോക്കാം. ജെ മാക്സ് എന്താണ്? 1. എന്ത് ചെയ്താൽ മതി? ഈ ലിമിറ്റ് മൈനസ് എന്താണ്? ഇവിടെ നമുക്ക് കെ മാക്സ് കൊടുത്താൽ പോരെ? നൈസ്, ലിമിറ്റ് മൈനസ് കെ മാക്സ്. സെറ്റ് അല്ലേ? നോക്കാം, ഇവിടെ നോക്കാം. ഇവിടെ ലിമിറ്റ് എന്താണ്? 5 മൈനസ് നമ്മുടെ എസ് ടിയുടെ സ്റ്റാറിന്റെ വാല്യൂ കൊടുക്കുന്നത് 5 മൈനസ് 3 2 കിട്ടിയില്ലേ? ഇനി ഇവിടെ നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 മൈനസ് 2 ഇസ് ഈക്വൽ ടു 3. സോ നമുക്ക് എന്ത് കിട്ടി? ഓരോ വാല്യൂം കിട്ടി. ഇനി വളരെ ഈസിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ലൂപ്പ് വേണം. ഓക്കെ, ഇത് നമുക്ക് എന്തിനായിരുന്നു? സ്പേസിന് വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരേ റോൾ തന്നെ ആയിരിക്കും അല്ലേ. ഇവിടെ സ്പേസ് ആണ്, അപ്പൊ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? ഈ സ്റ്റാർ വേണ്ട, നമ്മൾ കളഞ്ഞു, സ്റ്റാർ കളഞ്ഞു. ഇനി ഇത് കാമാക്സ് അല്ലേ? കാമാക്സിന്റെ വാല്യൂ എന്തായിരുന്നു? കാമാക്സ് ഇസ് ഈക്വൽ ലിമിറ്റ് മൈനസ് ഐ. സോ അതുപോലെ കറക്റ്റ് ആയിട്ട് ലിമിറ്റ് മൈനസ് ഐ. ഇനി എന്താണ് ജെമാക്സ്? ജെമാക്സ് എന്തായിരുന്നു? ജെമാക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് മൈനസ് കാമാക്സ്. അതായത് ഇതിനെ നമ്മൾ കെ എന്നാണ് കൊടുക്കുന്നത് കേട്ടോ, കെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് മൈനസ് കാമാക്സ് എന്ന് വെച്ചാൽ കെ. ഓക്കെ, ഓക്കെ, ഇക്വേഷനിൽ ഇവിടെ ഐ ഈസ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് കാമാക്സ്, ഇവിടെ നമുക്ക് കാമാക്സ് എടുക്കേണ്ട ആവശ്യമില്ല. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഐ 1 ആണ്, എസ് ടി 1 ആണ് അല്ലേ. ഐ ഈസ് ഈക്വൽ ടു 2. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഇക്വേഷൻ മാറ്റി നമുക്ക് ജസ്റ്റ് ഐ എന്ന് കൊടുക്കാം. ഓക്കെ, നോക്കിക്കേ, കറക്റ്റ് അല്ലേ? ഐ ഈസ് ഈക്വൽ ടു 1 വരുമ്പോൾ എസ് ടി ഈസ് ഈക്വൽ ടു 1, ഐ ഈസ് ഈക്വൽ ടു വരുമ്പോൾ എസ് ടി ഈസ് ഈക്വൽ ടു 2. സോ നമുക്ക് കാമാക്സിന്റെ ആവശ്യമില്ല, കാരണം കാമാക്സ് ഇവിടെ കിട്ടത്തില്ല. നമുക്ക് ജസ്റ്റ് ഐ കൊടുക്കാം. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. റൺ ചെയ്ത് നോക്കാം. എന്ത് കിട്ടി? എന്താ സംഭവിച്ചു? ഇങ്ങനെ എന്തോ ഒരു സ്ട്രക്ചർ കിട്ടിയല്ലേ. അപ്പൊ നമുക്ക് എന്താ വേണ്ടേ? സ്പേസിന്റെ ഈ ഒരു പോർഷൻ കറക്റ്റ് ആയി വന്നു അല്ലേ? സ്പേസ് കറക്റ്റ് ആയി വന്നു. ഇവന് എന്താ പ്രശ്നം?
ഇവൻ ഒരു ഭാഗത്തോടെ അങ്ങ് ചെരിഞ്ഞിട്ടുണ്ടല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തള്ളി കൊടുക്കണം അല്ലേ? അതായത് ഈ സ്റ്റാർ കഴിഞ്ഞിട്ട് ഇവൻ ഇങ്ങോട്ട് തള്ളി കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേണ്ട, ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് അലൈൻമെന്റ് ഇഷ്യൂ മാത്രമേ വരുള്ളൂ. കുറച്ചുകൂടി ശരിയായില്ലേ? നമുക്ക് ഇവിടെ സ്പേസ് ഇട്ട് എന്താ സംഭവിക്കും നോക്കാം. ഓക്കെ, സ്പേസ് ഇല്ല, ശരിയാകത്തില്ല. സ്പേസ് വേണം. ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ഇത് വേണ്ട. 1 സെക്കൻഡ്. ഈ സ്പേസ് വേണ്ട കേട്ടോ. ഇപ്പൊ എന്താ സംബന്ധിച്ചു, ഒരു ഭാഗത്തോട്ട് അങ്ങോട്ട് ആയിപ്പോയല്ലേ. നമുക്ക് അതൊന്ന് നോക്കാം, ശരിയാക്കാൻ നോക്കാം. എന്ത് ചെയ്യും? നോക്കാം. സ്പേസ് ഇട്ടാ ശരിയാവുമായിരിക്കും. എന്താണ് പ്രശ്നം? നമുക്ക് വേണ്ടത് എങ്ങനെയായിരുന്നു? നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ് അല്ലേ? ഓ, തിരിഞ്ഞു പോവല്ലേ നമുക്ക്. ഓ, സ്പേസ് നമുക്ക് ഇവിടെ 4 വേണം. വന്നു അതിന് ശേഷം നമുക്ക് ഒറ്റ സ്റ്റാർ മതി. പക്ഷെ നമുക്ക് സ്റ്റാർ എത്ര കിട്ടി? ഇത്രയും വന്നു. എങ്ങനെ കിട്ടാൻ കാരണം? ഓഹ്, കോഡ് മാറിപ്പോയി. ഇങ്ങനെയാണ് വേണ്ടത്. ഓക്കെ, ഫൈൻ. ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പൊ ശരിയായില്ലേ? ഓക്കെ, ഇപ്പോൾ നമ്മുടെ കോഡ് കറക്റ്റായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് കുറച്ചും കൂടി തള്ളി കൊടുക്കണം അല്ലേ? ഓക്കെ, കറക്റ്റായില്ലേ? സോ വെരി സിമ്പിൾ ആണ്. കൺഫ്യൂഷൻ ആയി. നമ്മുടെ ലൂപ്പിന്റെ അകത്ത് കൊടുത്ത വാല്യൂ തെറ്റായിരുന്നു. ലിമിറ്റ് മൈനസ് ഐ കൊടുത്തത്, അതായിരുന്നു റീസൺ. സോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാറ്റേൺ നമുക്ക് കിട്ടി. നൈസ്. സോ ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷേ വെരി സിമ്പിൾ ആണ്. ചിന്തിച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആണ്. സോ നമുക്ക് നേരെ അടുത്ത് നോക്കാം. ഓക്കെ, അടുത്തിലോട്ട് വരുമ്പോൾ, സോ നമ്മൾ ഫസ്റ്റത്തെ പാറ്റേൺ നമ്മൾ നോക്കി. രണ്ടാമത്തെ വരുമ്പോൾ എന്താ വേണ്ടത്? നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെയും നമ്മൾ സ്ട്രക്ചർ നോക്കാം. സ്ട്രക്ചർ നമുക്ക് എന്ത് വേണം? ഞാൻ ഇതെല്ലാം കളയാണ്. അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്താണ്. സോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഓക്കെ, എല്ലാം കളഞ്ഞു, ഇതും കളഞ്ഞു. ഇവിടെ നമുക്ക് സ്ട്രക്ചർ നമുക്ക് എടുക്കാം. സെയിം തന്നെയാണ്. സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ആദ്യത്തെ ഒരു ലൂപ്പ് നമുക്ക് എന്തിനാണ്? നമുക്ക് റോകൾ റിപ്പീറ്റ് ചെയ്യാൻ, അത് വേണം അല്ലേ? രണ്ടാമത്തേത് എന്താണ്? ആദ്യം തന്നെ സ്റ്റാറാ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരു സ്പേസ് എന്ത് ചെയ്യുന്നു? ഇത്രയും സ്റ്റാർ, 2 സ്പേസ്, ബാക്കിയുള്ള സ്റ്റാർ. സോ നമുക്ക് ഇവിടെയും എന്ത് ചെയ്യുന്നു? ലിമിറ്റ് 5 ആക്കി കൊടുക്കാം. എന്നാലേ എഴുതാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര പണിയാണ്. ഓക്കെ, നൈസ്. ലിമിറ്റ് 5 ആണ്. 5. 5. ഞാൻ എന്ത് ചെയ്യാം? ഇത്രയും കളയാം തൽക്കാലത്തേക്ക്. ഓക്കെ, നൈസ്. നോക്കാം. രണ്ടാമത്തെ സ്റ്റാർ ആണ്. ഓക്കെ, ഫൈൻ. അപ്പോൾ സ്ട്രക്ചറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ പോലെ തന്നെ മാറ്റമൊന്നുമില്ല. എന്താ മാറ്റമില്ലാത്ത? ഫസ്റ്റ് ലൂപ്പ് എന്തിനാണ്? നമുക്ക് റോകളെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? സെക്കൻഡ് ലൂപ്പ് എന്തിനാണ്? സ്റ്റാറിന് ഇടാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തെ ലൂപ്പ് എന്തിനാണ്? സ്പേസ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഐയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ഇവിടെ ഐയുടെ വാല്യൂസ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാം, അത് പോയല്ലേ? ഓക്കെ, ഐയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു എന്താണ്? ഐയുടെ വാല്യൂ 1 ആണ്. സ്പേസിന്റെ വാല്യൂ ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് 0, 1 വാട്ടർ ഇറ്റ് ഇസ്, നമുക്ക് 0 കൊടുക്കാം. 0 ആണ്. ഇവിടെ സ്റ്റാറിന്റെ വാല്യൂ STR കൊടുക്കാം. സ്റ്റാറിന്റെ വാല്യൂ നമുക്ക് എന്താണ്? ഐ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ റോയിലോട്ട് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? രണ്ടാമത്തെ റോയിലോട്ട് വരുന്ന സമയത്ത് ഐയുടെ വാല്യൂ 2 ആണ്. സ്പേസിന്റെ വാല്യൂ അവിടെ 1 വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറിന്റെ വാല്യൂ 4 വരുന്നുണ്ട്. സോ ഇത്രയും മതി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലേ? ബാക്കി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. സോ ഇക്വേഷനിലോട്ട് വരാം. നൈസ്. ഓക്കെ, ഇവിടെ നമുക്ക് Kmax എന്ന് പറയുന്നത് സ്പേസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, Kmax എന്ന് പറയുന്നത് സ്പേസ് ആണ്. സോ
അല്ലെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് സ്കാമാക്സ് സ്പേസ് ആണ് ജയമാക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺഫ്യൂഷൻ ആക്കണ്ട, എസ് ടി ആർ മാക്സ് കൊടുക്കാം. ഓക്കെ, എസ് ടി ആർ മാക്സ്. അതുപോലെ തന്നെ ഇത് സ്പേസ് കൊടുക്കാം, എസ് പീസ്. ഓക്കെ, ഇത്രയും മതി. ഓക്കെ, അപ്പോൾ സ്റ്റാറിന്റെ മാക്സ്, ഇവിടെ സ്റ്റാർ മാക്സ് എത്ര വരുന്നത്, ഐ വരുമ്പോൾ 1, സ്റ്റാറിന്റെ വാല്യൂ എത്രയാണ്, 5 തന്നെയാണ്, 5. അപ്പോൾ എന്താണ്, 1 വരുമ്പോൾ 5 വരും അല്ലേ. 2 വരുന്ന സമയത്ത്, ഐ 2 വരുന്ന സമയത്ത് സ്റ്റാറിന്റെ വാല്യൂ 4, ഇത് 1 ആണ്. സോ നമുക്ക് 2 കിട്ടാൻ, സോറി, നമുക്കിത് 1 ആക്കാം. ഓക്കെ, ഇത് നമുക്ക് 2 ആക്കാം. ഓക്കെ, എല്ലാം കണക്ക് തന്നെയാണ്. ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വരും, ഇവിടെ നമുക്ക് 4 വരും. 4 ഓക്കെ, ഇത്രയും മതി വിചാരിക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആയോ, 1 സെക്കൻഡ്. ഓക്കെ, ഓക്കെ, ഇക്വേഷനിലോട്ട് വരാം. നമുക്ക് ലിമിറ്റ് 5 ആണ്, ഇവിടെ ഐയുടെ വാല്യൂ 1 ആണ്. സ്പേസ്, നമുക്ക് സ്പേസ് തന്നെ കൊടുക്കാം, സ്പേസ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. ഓക്കെ, സ്പേസ് സ്റ്റാർ. ഓക്കെ, സ്പേസ് നമുക്ക് ഐയുടെ വാല്യൂ 1 ആണ്. നമുക്ക് എന്താണ്, ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക, സ്പേസ് ഇവിടെ ഉണ്ടല്ലേ. ഇനി എന്താണ്, സ്റ്റാറിന്റെ വാല്യൂ 4 ആണ്. ഇനി ഐയുടെ വാല്യൂ 2 വരുന്നു. നമുക്ക് സ്പേസിന്റെ വാല്യൂ എന്ത് വരുന്നുണ്ട്, സ്പേസിന്റെ വാല്യൂ നമുക്ക് 2 വരുന്നുണ്ട് അല്ലേ, സ്പേസ് വാല്യൂ നമുക്ക് 2 വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാറിന്റെ വാല്യൂ നമുക്ക് എന്ത് വരുന്നുണ്ട്, ഇവിടെ 3 വരുന്നുണ്ട്. നൈസ്. ഇനി നമുക്ക് നേരെ ഇക്വേഷനോട്, ബാക്കി ഞാൻ ഫില്ല് ചെയ്യുന്നില്ല, നേരെ ഇക്വേഷനോട് കിടക്കാം. അപ്പൊ നമുക്ക് സ്റ്റാർ മാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. ഇത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എന്ത് കുറച്ചാൽ മതി, സ്പേസ് മാക്സ് കുറച്ചാൽ പോരെ. അല്ലെങ്കിൽ ലിമിറ്റും സ്പേസ് മാക്സ് ഉണ്ടോ, ലിമിറ്റ് നമുക്ക് ഐ കുറച്ചാൽ പോരെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് മൈനസ് ഐ, സ്റ്റാർ കിട്ടി. ഓക്കെ, നോക്കാം. ഇവിടെ സ്റ്റാർ 4 സ്റ്റാർ ഉണ്ട്, 5 ഉണ്ടോ, 5, അപ്പൊ നമുക്ക് 6 ആക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, എനിവേ, ലിമിറ്റിൽ നിന്ന് നമുക്ക് സ്പേസ് കുറച്ച് കഴിഞ്ഞാൽ, ഐ കുറച്ച് കഴിഞ്ഞാൽ സ്റ്റാർ കിട്ടും. ലിമിറ്റിൽ നിന്ന് ഐ കുറച്ചാൽ സ്റ്റാർ കിട്ടും. നൈസ്. ഇനി സ്പേസിന്റെ വാല്യൂ എന്താണ്, സ്പേസിന്റെ വാല്യൂ ഈക്വൽ ടു ഐ അല്ലേ. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ റോയിൽ സ്പേസിന്റെ വാല്യൂ 1 ആണ്, രണ്ടാമത്തേൽ സ്പേസിന്റെ വാല്യൂ 2 ആണ്. നൈസ് അല്ലേ. ഇനി ഇവിടെ ആദ്യം എഴുതേണ്ട ഏതാണ്, ലൂപ്പിന്റെ അകത്ത് ഫസ്റ്റ് ലൂപ്പ് ഏതാ വരേണ്ടത്, സ്റ്റാറിന്റെ ലൂപ്പ് അല്ലേ. കാരണം ആദ്യം തന്നെ തുടങ്ങുമ്പോൾ തന്നെ, സോറി, സ്പേസിന്റെ ആണല്ലേ, സ്പേസ് വരുന്നു പിന്നെ സ്റ്റാർ വരുന്നു. നൈസ്. അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ പോലെ തന്നെ ചെയ്യാം. നമുക്ക് ഇവിടെ തൽക്കാലത്തേക്ക് സ്പേസ് കൊടുക്കാം, കൺഫ്യൂഷൻ വേണ്ട, സ്പേസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് സ്റ്റാർ എന്ന് കൊടുക്കാം, സ്റ്റാർ. ഓക്കെ, നൈസ്. അപ്പൊ നമുക്ക് ആദ്യം സ്പേസ് വേണം. ഓക്കെ, ആദ്യം സ്പേസ് വേണം. എത്ര സ്പേസാ വേണ്ടത്, സ്പേസിന്റെ വാല്യൂ നമുക്ക് ഐ ആ വേണ്ട. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഐ ആക്കി കൊടുക്കാം. നൈസ് അല്ലേ. രണ്ടാമത്തെ നമുക്ക് വേണ്ടത് സ്റ്റാർ ആണ് അല്ലേ. കഴിഞ്ഞ സ്റ്റാർ നമുക്ക് എത്ര വേണം, സ്റ്റാർ നമുക്ക് ഐ ലിമിറ്റ് മൈനസ് ഐ വേണം അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് മൈനസ് ഐ എന്ന് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്ത് സംഭവിച്ചു. നൈസ്, സെറ്റ് ആയില്ലേ. നൈസ്. സോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ. ഇത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേഷൻ പോലെ തോന്നും. പക്ഷേ നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ച് 1, 2, 3 തവണ ഈ വീഡിയോ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാവുന്നതാണ്. സോ നമ്മൾ ഇന്നത്തോട് കൂടി സ്പേസിന്റെ വീഡിയോ ഇവിടെ പാറ്റേണിന്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഇനിയും ഒരുപാട് കൈൻഡ് ഓഫ് പാറ്റേൺസ് നമുക്കുണ്ട്. സോ അതെല്ലാം നമ്മൾ കാണിക്കാൻ സമയമില്ല. സോ ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. സോ നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് നെസ്റ്റഡ് ലൂപ്പിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ എങ്ങനെ ഏത് പാറ്റേൺ വന്നു കഴിഞ്ഞാലും അതിന് ചെയ്യാൻ നിങ്ങളെ കാപ്പബിൾ ആക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇത് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് അറ്റ്ലീസ്റ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സോ പുതിയൊരു വീഡിയോയിൽ നമുക്ക് പുതിയ കണ്ടന്റുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.